ഞാൻ സജു ഈസ. എൻ്റെ സ്ഥലം മാഹിയാണ്. ഞാൻ ദുബായിലാണ് സെറ്റിൽഡ് ആയിട്ട് ഇപ്പോൾ ഒരു 17 വർഷമായി. ബേക്കിംഗ് ആണ് എൻ്റെ മെയിൻ പ്രൊഫഷൻ എന്ന് തന്നെ പറയാം. എൻ്റെ പാഷനിലൂടെ ഞാൻ വരുമാനം കണ്ടെത്തിയാണ്. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് റവ വെച്ചിട്ടുള്ള ഒരു ഓറഞ്ച് കപ്പ് കേക്കാണ്. വളരെ ഡെലീഷ്യസും ഫ്രൂട്ടിയും ടേസ്റ്റിയും കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ടൊക്കെ ഉള്ള ഒരു കപ്പ് കേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ഞങ്ങൾക്ക് ഈ മുട്ട 3 ഒന്ന് വിപ്പ് ചെയ്തിട്ട് എടുക്കണം. ഫസ്റ്റ് നന്നായി വിപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു സോഫ്റ്റ് പീക്ക് ആവുന്ന സ്റ്റേജിന് മുന്നേ നിർത്താം. ബാക്കി വെറ്റ് ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ഞങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇത് 1/2 കപ്പ് ഓയിലാണ് ഇതിലേക്ക് ആഡ് ചെയ്യാം. 3/4 കപ്പ് ഫ്രഷ്ലി സ്ക്വീസ്ഡ് ഓറഞ്ച് ജ്യൂസാണ്. നമ്മുടെ ഓറഞ്ച് ജാമാണ്. ഇതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ ഉള്ളത് ഓറഞ്ച് സെസ്റ്റ്. ഇത് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒരു ഓറഞ്ചിൻ്റെ സിസ്റ്റം ഇത്. ഇതിലേക്ക് ഞങ്ങൾക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യാം. ഇതിനായി ആദ്യമായിട്ട് ഈ ഡബിൾ ഹോഴ്സിൻ്റെ റോസ്റ്റഡ് റവ ഒരു 3/4 കപ്പ് ഞങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കാം. 1/2 കപ്പ്, 1/4 കപ്പ് കൂടി. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. മൈദ 1/2 കപ്പ് സിഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈദയാണിത്. 1/2 കപ്പ്. 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഷുഗർ വളരെ കുറവേ ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. ഒരു 1/4 കപ്പ് ഷുഗർ. കോക്കനട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു 1/4 കപ്പ് കോക്കനട്ട്. ആൽമണ്ട് ഫ്ലോറാണിത്. ഫ്രഷായിട്ട് ആൽമണ്ട് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ഫോൾഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സാധാരണ കപ്പ് കേക്കിൽ നിങ്ങൾ മൈദ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ റവയാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇത് കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെറ്റ് ഇൻഗ്രീഡിയൻറ്റും ഡ്രൈ ഇൻഗ്രീഡിയൻസും ഒക്കെ എല്ലാം ഇതിൽ മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സിലിക്കൺ കപ്പാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ കപ്പ് കേക്കിൻ്റെ മോൾഡിൽ ഒഴിച്ച് ബേക്ക് ചെയ്യാം. ഞാനിവിടെ സിലിക്കൺ കപ്പ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് ഞങ്ങൾക്ക് ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ബാറ്റർ ഫുള്ളായിട്ട് ഒഴിക്കേണ്ടില്ല. കേക്ക് എല്ലാവർക്കും അറിയാൻ പൊങ്ങി വരുന്നതാണ്. അപ്പോൾ ഒരു 3/4 വരെ ഒഴിച്ചാൽ മതി ബാറ്റർ. ഞാൻ ഈ എല്ലാ ബാറ്ററും ഈ മഫിൻ ടിന്നിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഒരു 150 ഡിഗ്രിയിൽ ഒരു 30-35 മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. നമുക്കിത് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെക്കാം. നമ്മുടെ ഓറഞ്ച് റവ കപ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇവിടെയൊക്കെ. ഇനി ഇത് ഗാർണിഷ് എങ്ങനെ ചെയ്യാൻ നോക്കാം. അത് 1 കപ്പ് ഓറഞ്ചിൽ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഓറഞ്ച് സിറപ്പാവും. ഇത് ഞങ്ങൾക്ക് ഈ ഓറഞ്ച് റവ കപ്പ് കേക്കിൻ്റെ മേലയിലേക്കൊന്ന് ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒഴിച്ചാൽ ഇതിനുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്കിന് തന്നെ ഒരു ജ്യൂസി ഭയങ്കര മോയ്സ്ചറായിരിക്കും. ഓറഞ്ചിൻ്റെ എല്ലാ ഫ്ലേവറും ഇതിലൂടെ ആ കേക്കിലേക്ക് അബ്സോർബ് ചെയ്യും. കൂടുതൽ ഓറഞ്ചി, കൂടുതൽ ടാങ്കി ആയിരിക്കും കേക്ക്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഓറഞ്ച് ഇഷ്ടമാവുന്ന കുട്ടികൾ മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടമാവും. കാരണം അധികം മധുരമൊന്നുമില്ല. ഈ ഓറഞ്ചിൻ്റെ
സ്വീറ്റ്നെസ് തന്നെ ആയിരിക്കും അധികം ഇതിലുണ്ടാവുക. ഷുഗർ വളരെ കുറച്ച് മാത്രമേ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. റവ ആയതുകൊണ്ട് കുറച്ചൊരു ഹാർഡായിരിക്കും, കപ്പ് കേക്ക് ഡെൻസ് ആയിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിറപ്പ് ഇതിലേക്ക് ഒഴിക്കുന്നത്. സിറപ്പ് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ മോയിസ്റ്റ് ആയിരിക്കും കേക്ക്. ഇനി ഇത് കുറച്ച് ആൽമണ്ട് ക്രഷ് ചെയ്തതാണ്, ഇത് വെച്ചിട്ട് അലങ്കരിക്കാം. ഏത് നട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ ആൽമണ്ട് ക്രഷ് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. ഇത് ഓരോ ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഓരോ ചെറി കൂടി ഇതിൽ വെക്കുന്നുണ്ട്. ഓക്കെ, ഓറഞ്ച് റവ കപ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റിയാണ്, കാണാൻ നല്ല ഭംഗിയാണ്. ഡെക്കറേഷൻ ചെയ്തത് ചെറി കൂടി അതിൽ വന്നപ്പോൾ വളരെ കളർഫുൾ ആയിട്ടുണ്ട് ഈ കേക്ക്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റിയാണ്.